empty cabin ini ekor naik. Ram. ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് വീശിയടിച്ച നോർവെസ്റ്റർ കൊടുങ്കാറ്റിൽ 2 മരണം. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും 100-ലധികം വീടുകൾ തകരുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. മയൂർഭഞ്ച് ജില്ലയിലാണ് പ്രകൃതിക്ഷോഭം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. ദേശീയപാത 220-ൽ വെച്ച് കൊടുങ്കാറ്റിൽ അകപ്പെട്ടാണ് ഇവർക്ക് ജീവൻ നഷ്ടമായത്. കാറ്റിന്റെ ശക്തിയിൽ ഒരു ഓട്ടോറിക്ഷ റോഡിൽ നിന്ന് തെന്നിമാറി അടുത്തുള്ള കുളത്തിലേക്ക് വീണതായും റിപ്പോർട്ടുണ്ട്. കരംജിയ ബ്ലോക്കിലെ കിയ, കങ്കട, പാനിപ്പോസി, ദുമുരിയ എന്നീ ഗ്രാമങ്ങൾ പൂർണ്ണമായും തകർന്നു. 100-ലധികം വീടുകൾ തകരുകയും നിരവധി മരങ്ങളും വൈദ്യുത തൂണുകളും കടപുഴകി വീഴുകയും ചെയ്തു. മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. വീട് നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമായ അഭയസ്ഥാനങ്ങളും ഭക്ഷണവും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയിരുന്ന ഒഡീഷയിൽ ഈ കൊടുങ്കാറ്റ് താപനില കുറയ്ക്കാൻ സഹായിച്ചെങ്കിലും വൻ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. ഇന്ന് മയൂർഭഞ്ച് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് ജില്ലകളായ സുന്ദർഗഡ്, കിയോഞ്ചർ, ബാലസോർ, ഭദ്രക് എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.